ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ 3 പ്രചരണ ജാഥകൾ പര്യടനം നടത്തുകയാണ്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥയും CPI സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥയും കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖലാ ജാഥയുമാണ് ഇപ്പോൾ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 3 ജാഥകളും കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുമായി സംവദിക്കുന്നത് പ്രധാനമായും 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ നാടിനെ ആസൂത്രിതമായി തകർക്കാൻ രാഷ്ട്രീയമായ പകയോടെ അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന കേന്ദ്ര ഭരണാധികാരികളുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജനാധിപത്യ വിരുദ്ധ സമീപനമാണ്. കേരളത്തോട് ശത്രു രാജ്യത്തോടെന്ന പോലെ പെരുമാറുന്ന, ഫെഡറലിസം തകർക്കുന്ന, കേന്ദ്ര ഗ്രാൻഡ്, ബജറ്റ് വിഹിതം, കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ പങ്കാളിത്തം എല്ലാം വെട്ടിക്കുറച്ച് കേരളത്തിൻ്റെ കടമെടുപ്പ് അവകാശം പോലും തടഞ്ഞ് കേരളത്തെ സാമ്പത്തികമായി തകർക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ പിന്തുടരുന്നത്. ഒടുവിൽ അവതരിപ്പിച്ച ബജറ്റിലും കേരളത്തെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയുടെ ഭൂപടത്തിൽ കേരളം എന്നൊരു നാടില്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികരണം, സമീപനം. ഇത് സ്വാഭാവികമായും ഓരോ മലയാളിയുടെയും അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ്. എല്ലാ മലയാളികളും ഇതിനെതിരായി പ്രതിഷേധിക്കേണ്ടതാണ്, പ്രതികരിക്കേണ്ടതാണ്. എന്നാൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിന് വേണ്ടി ഉയർന്നു വരേണ്ട ഈ ഒരു യോജിച്ച പ്രതിരോധം, അതിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന വഞ്ചനാപരമായ ഒറ്റുകാരൻ്റെ നിലപാടാണ് കേരളത്തിൽ UDF സ്വീകരിക്കുന്നത്. കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ കേന്ദ്ര സർക്കാരും അതിനെ പിന്തുണയ്ക്കുന്ന കേരളത്തിലെ UDFുമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ശത്രുക്കൾ. ഈ സാഹചര്യത്തെ എല്ലാം നേരിട്ടുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷം ഒരാധുനിക കേരളം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അശ്രാന്ത പരിശ്രമം നടത്തിയത്. അതിൻ്റെ ഭാഗമായി കേരളം ഏറെ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് ഏറെ മുൻപോട്ട് പോകാൻ കഴിഞ്ഞു എന്നതും വസ്തുതയാണ്. കടുത്ത സാമ്പത്തിക അച്ചടക്കം പാലിച്ചുകൊണ്ട് കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധത്തെ മറികടക്കാനാണ് ശ്രമിച്ചത്. ക്ഷേമ പെൻഷനുകൾ, അതുപോലെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തിലെ വൻ പുരോഗതി, പശ്ചാത്തല സൗകര്യ രംഗത്തെ വികസനം, കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റിയ വൻകിട പദ്ധതികൾ, ഇതെല്ലാം ഒരേ സമയം മുൻപോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമമാണ് LDF ഗവൺമെൻറ് നടത്തിയത്. പ്രധാനമായും